ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം ഇങ്ങനെ കേരളം സഞ്ചരിക്കുമ്പോൾ മുന്നണികൾ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ഇന്ന് CPIM കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചതാണ് ഗൃഹസന്ദർശന പരിപാടി. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലിനു ശേഷം എടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം. ആ നടപടികൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. അരുൺ അതേക്കുറിച്ച് സൂചിപ്പിച്ചു. CPIM ആ രൂപത്തിൽ തിരുത്തലുകൾ വരുത്തി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വിശദീകരിച്ച് പോരായ്മകൾ അവരിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ പ്രക്രിയ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് അപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിലൊരു നേട്ടമുണ്ടായിട്ടും മുന്നേറ്റമുണ്ടായിട്ടും അതിനെ തുടർന്നുള്ള ഇപ്പോൾ ഒരു മാസം കൃത്യം കഴിഞ്ഞിരിക്കുകയാണ്. UDFന് അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സഞ്ചരിച്ചിട്ടുണ്ടോ, അതോ അതിൽ നിന്ന് വീണ്ടും ഒരു മുന്നണി വിപുലീകരണത്തിലേക്ക് അവർ കേന്ദ്രീകരിച്ചതോടെ അവർക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ വലിയ ഒരു പരിഹാസവും ക്ഷീണവും നാണക്കേടും ഉണ്ടാകുന്ന സാഹചര്യം വന്നോ? ഇപ്പോൾ തന്നെ നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മാണി സി കാപ്പൻ നേരെ പോയത് മലപ്പുറത്തേക്കാണ്, കുഞ്ഞാലിക്കുട്ടിയെ കാണാനാണ് പോയത്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം മലപ്പുറത്തിനപ്പുറം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിനെ കൊണ്ട് മാത്രം ഈ മുന്നണിയിൽ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന നല്ല ധാരണയുള്ള ലീഗ് ഈ മുന്നണി വിപുലീകരണം വേണം എന്നൊരു ആഗ്രഹം മുന്നോട്ട് വെച്ചതും അതടക്കം ഉള്ള സാഹചര്യം മനസ്സിലാക്കിയല്ലേ മാണി സി കാപ്പൻ്റെ ആ ഒരു മലപ്പുറം യാത്ര, PJ ജോസഫിൻ്റെ എതിർപ്പൊരു ഭാഗത്ത്. അപ്പോൾ UDFനകത്ത് ഈ കഴിഞ്ഞ ഒരു മാസം പരിശോധിച്ചാൽ ഏകോപിതമായ നിലപാടുകൾ, തീരുമാനങ്ങൾ ഈ കാര്യങ്ങളിൽ നേരിടാൻ സംഘടിപ്പിക്കാൻ, ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM ഇപ്പുറത്ത്, LDF ഇപ്പുറത്ത് രാഷ്ട്രീയമായി തന്നെ ഈ പറഞ്ഞ നടപടികൾ സ്വീകരിച്ച് ഒരു കറക്ഷൻ പരിപാടിയുമായി മുന്നോട്ട് പോവുകയുമാണോ? സ്ഥലത്തെ അതിൽ കഴിഞ്ഞ മാസം ഡിസംബർ 13-നാണല്ലോ റിസൾട്ട് വന്നത്, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ. പിറ്റേന്ന് തന്നെ ഗോവിന്ദമാഷ് മാധ്യമങ്ങളെ കണ്ട് പറയുന്നുണ്ട്, രാഷ്ട്രീയവും സംഘടനാപരവുമായ പിശകുകൾ, പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് വിശദമായി പരിശോധിക്കും. അങ്ങനെ CPIM സ്റ്റേറ്റ് കമ്മിറ്റി ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്, അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് വിനയായി എന്ന് തന്നെ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്കും കൂടുതൽ ആശയവ്യക്തതയ്ക്ക് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചത്. അത് ഇന്ന് മുതൽ ഒരാഴ്ചയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്കമാലി ചെയ്ത പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പോൾ അരുൺ പറഞ്ഞത്. അത് കേരളത്തിലെമ്പാടും നടക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ തുറന്നു പറയുകയാണ്, ഞങ്ങൾക്ക് അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്ക് വിനയായി. പക്ഷേ ഈ പറഞ്ഞ പോലെ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര ലക്ഷം വോട്ടുകളുടെ കുറവാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡ്രാസ്റ്റിക് ഡിക്ലൈൻ എന്ന് പറയാവുന്ന ഒരു റേഷ്യോയിലല്ല ആ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ചില മേഖലകളിൽ, ചില കേന്ദ്രങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് തീരുമാനിക്കുകയും ഇന്ന് മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു പുതിയ കാര്യമായിട്ട് മാത്രം കാണേണ്ടതില്ല. 2019 ഇത് കണ്ടതാണ്. അന്ന് കോടിയേരിയായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ജനങ്ങളിൽ മനസ്സിലാക്കാനും അറിയാനുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തീരുമാനിക്കുകയും അതൊരു എന്താ പറയുക, ശരിക്കും ഒരു കറക്റ്റ് മെഷറായിട്ട് തന്നെ അന്നത്തെ ആ സന്ദർശനം ഉപയോഗപ്പെടുകയും 2021 വരുമ്പോൾ, പിന്നെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ വലിയ മാറ്റം നിയമസഭയിലും അതിന് തൊട്ട് മുൻപ് പഞ്ചായത്തിലും കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ള ശരിയായ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതാണ് LDFൻ്റെ ഭാഗത്തും പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തു നിന്നും കാണുന്നത്. സമാനമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ LDFിലെ മറ്റ് കക്ഷികളും നിറവേറ്റാനാണല്ലോ അവരുടെയും ചുമതല. അവരത് ഏത് നിലയ്ക്ക് ചെയ്യുമെന്നുള്ളത് ഇനി അവർ പറയുമ്പോഴാണ് നമ്മൾ അറിയുക. ഏതായാലും CPM അത് നന്നായിട്ട് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് മുതൽ കാണുന്നത്. അപ്പോഴാണ് താങ്കൾ ചോദിച്ച മറുഭാഗം, UDF, കോൺഗ്രസ് എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നത് UDFനെ സംബന്ധിച്ച് ഉള്ള വലിയ ഈ എന്താണ് പറയുന്നത്, അവർക്ക് ഒരുപാട് തരത്തിലുള്ള ദൂഷ്യങ്ങൾ അവരുടെ നേതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ ചില നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടായതായി വ്യാപകമായി വാർത്തകൾ വരികയും, രാഹുൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് അവർ ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ചൊക്കെ പിന്നെ അവർ തന്നെ വിശദീകരിച്ച് പോരുന്നുണ്ടെങ്കിലും, മാധ്യമങ്ങൾ വലിയൊരു പരിധിവരെ UDFൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും, സാന്ദർഭികമായി സംഘടനാപരമായി എന്താണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതാണ് താങ്കൾ സൂചിപ്പിച്ച കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള മാണി സി കാപ്പൻ്റെ അടക്കമുള്ള സന്ദർശനത്തിലും അതിനു മുമ്പ് വയനാട് ഈ ഉച്ചകോടിയിൽ, വയനാട് സമ്മേളനത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്.
അത് സ്വാഭാവികമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളത് ശരി തന്നെ. എങ്കിലും എന്താണ് പിന്നെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന UDFലെ രണ്ടാമത്തെ കക്ഷി, അതിലെ ഒരു ഒട്ടും പ്രസക്തനല്ലാത്ത അല്ലെങ്കിൽ പ്രസക്തി ഇല്ലാത്ത ഒരു കക്ഷിയായ മാണി സി കാപ്പൻ എന്ന ഒറ്റ MLA മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് എന്താണ് ഇത്ര വലിയ ഒരു രാഷ്ട്രീയ ആലോചന നടത്തുന്നത്? സ്വാഭാവികമായ കൗതുകം ഉണ്ടാവില്ല ആർക്കും, ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന സ്വാഭാവിക കൗതുകമാണത്. അപ്പോഴാണ് നമ്മൾ അവിടുന്ന് തന്നെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്, അത് ചില അടവ് നയങ്ങളായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ അടവ് നയങ്ങൾ പാളിപ്പോയി എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ തന്നെ പറയുന്നുണ്ട്, ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, എന്നെ ആരും ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല UDFുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് LDFിലെ കക്ഷികളുമായിട്ടോ ഒന്ന് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തില്ല, അദ്ദേഹം തന്നെ പറയുന്ന സ്ഥിതി വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ സാധാരണ പറയുമല്ലോ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് സമയം ആഗതമായിരിക്കുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആരാണ്? ആ സ്വന്തം കക്ഷികളെ ഇണക്കിയെടുക്കാനായി ഇത്തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ആരാണ്? അത് പരസ്യമായി കാണുന്നത് UDF ആണെന്നുള്ളതാണ്. LDF സ്വയം ഒരു കാര്യം ശ്രീ ജയചന്ദ്രൻ ഇന്നലെ ജോസ് കെ മാണി വിശദീകരിച്ചതോടെ ഏറെ നാണം കെട്ടുപോയ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഫേസ് സേവിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ന് അടൂർ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന്. അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെ നോക്കിയാൽ ശരിയാണ്, ഒരു ചർച്ചയും നടന്നിട്ടില്ല. നമ്മൾ ഇന്നലെ കുളത്തുങ്കൽ പറഞ്ഞതുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു, ആഗ്രഹപ്രകടനം ഉണ്ടായി. ഞാനത് നേരത്തെ ശ്രീകുമാറിനോട് ചോദിച്ചെങ്കിൽ അദ്ദേഹം അതിൽ നിന്നങ്ങ് ആ നിലയിൽ അങ്ങ് വിട്ടുകളയാണ്. ആഗ്രഹപ്രകടനം എന്ന് പറയുന്നത് ചർച്ചയ്ക്കും മുമ്പായി സംഭവിക്കുന്ന ഒരു ഇൻറ്റൻഷനല്ലേ, അത് പറയലല്ലേ, അതുപോലെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുക. എന്നാൽ അടൂർ പ്രകാശ് ആ ഭാഗം മാറ്റിവെച്ചിട്ട് ചർച്ച നടന്നിട്ടില്ല, ചർച്ചയ്ക്ക് കുറെ കൂടി ഒരു ഔപചാരിക സ്വഭാവമുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു ഒഴിയാനല്ലേ ശ്രമിച്ചത്? കുളത്തുങ്കൽ കൂടി പറയുന്നതോടെ കോൺഗ്രസ് നേതാക്കൾ ആ വഴി സ്വീകരിച്ചു, ഇവരെ സമീപിച്ചു, ഇത്തരം ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു, മുന്നണി വിട്ടു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, അവരുടെ ആഗ്രഹം അറിയിച്ചു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അവഗണിക്കാനാവാത്ത, നിഷേധിക്കാനാവാത്ത അവരുടെ ഒരു പരാജയപ്പെട്ടു പോയ പരിശ്രമം തന്നെയല്ലേ? അല്ല, അതെ. ശരത്ത്, ഇന്നലെ ഞാൻ ചർച്ച പങ്കെടുക്കുമ്പോൾ ആങ്കർ തന്നെ പറയുകയാണ്, പിന്നെ ഈ രൂപതകൾ, ക്രൈസ്തവ സഭകൾ ഇവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് അഭിപ്രായം? ഞാൻ പറഞ്ഞു, അങ്ങനെ വെറുതെ ജനറലി പറഞ്ഞാൽ പോലെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് പറയണം. അപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപാധ്യക്ഷൻ മാർ തോമസ് തറയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വിവരമില്ല, എനിക്ക് മറ്റൊരു വിവരമാണുള്ളത്, അതെന്താണ് സ്പെസിഫിക് ആയിട്ട് പറയാൻ എന്നോടും ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇടുക്കി രൂപതയിൽ പിന്നെ അവരുടെ ആവശ്യവും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു അവിടുത്തെ ഭൂപ്രശ്നം, പട്ടയ പ്രശ്നം. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് LDF ഗവൺമെൻറ് തയ്യാറായി. അതിന് വലിയ മുൻകൈ അവിടുത്തെ ഇടുക്കി എന്നുള്ള മന്ത്രിയായ റോഷി അഗസ്റ്റിൻ എടുത്തു എന്നുള്ളത് ഇടുക്കിയിലാകെയും പിന്നെ ഇടുക്കി രൂപത ഉൾപ്പെടെയും അംഗീകരിക്കുന്നു. അങ്ങനെ വലിയൊരു അംഗീകാരത്തിൻ്റെ പിന്നെ സംതൃപ്തിയും കൂടെ അവിടെ ഉണ്ട് മാണി ഗ്രൂപ്പിനോട്, റോഷി അഗസ്റ്റിനോട്, ആ മാണി വിഭാഗത്തിനോട് ആകെ തന്നെയും. അതാണ് പ്രതിഫലിക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് മറുപടിയില്ല. അപ്പോൾ അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്, ചില തീരുമാനങ്ങളുണ്ട് പലർക്കും, ചില സംവിധാനങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് അവർ ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിരിക്കുകയാണ്. ആ തീരുമാനങ്ങൾ വെറുതെ അങ്ങ് വിളമ്പിയാൽ ജനങ്ങൾക്കിടയിൽ ചിലവാകും എന്ന് അന്ധമായി അങ്ങ് വിശ്വസിക്കുകയാണ്. ആ അന്ധമായ വിശ്വാസത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഭയങ്കരമായ തകർച്ചയുണ്ടായതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF അമ്പേ പരിഹാസ്യരായി എന്ന് ഞാൻ പറയാൻ കാരണവും അതാണ്. ശരി.